എല്ലാം കൂടി ചെയ്തുമ്പോൾ ഏകദേശം ഒരു 1:10 അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മൾ നോക്കാം നമ്മുടെ സ്വന്തം എൻഎസിൻ്റെ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ചുമ്മാ വ്ളോഗ് രീതിയിൽ ചെയ്യാമെന്ന് ഓർത്ത് ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ ചുമ്മാ ഒരു വ്ളോഗ് രീതിയിൽ ചെയ്ത് നോക്കാം എന്നോർത്ത്. ഇതാണ് നമ്മുടെ വണ്ടി. 2012 മോഡൽ BS3 NS200 ആണ്. ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നേരെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഡ്യൂക്കിൻ്റെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും ഈ ഡ്യൂക്ക് 390 250 ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഫൈബർ ഇത് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് മൊത്തത്തിൽ DR ലൈറ്റ് കളർ തീം വെച്ച് റെഡ് DR ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്ത് അങ്ങനെ ഒരു സെറ്റപ്പാക്കി വെച്ച് ടൈയും കാര്യങ്ങളൊക്കെ ഇട്ടാൽ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഷേക്കിങ് കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനത്തെ വേറെ വിഷയം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ കണ്ണടിപൊളിയാണ്. പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ X2 കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്യൂക്കിലൊക്കെ പോലെ തന്നെ S3 കിറ്റിൽ അതുപോലത്തെ X2 കിറ്റും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഹാൻഡിൽ ബാറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡോമിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചേക്കണം. അതുപോലെ തന്നെ ബ്രംബോയുടെ 2 ക്യാനും ഫ്ലൂയിഡിൻ്റെ 2 ക്യാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വെറുതെ ഷോക്ക് വേണ്ടി മാത്രം, ജസ്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഷോക്ക് വേണ്ടി മാത്രം. ഹാൻഡിൽ ഭാഗം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ താഴത്തേക്ക് വരാണെങ്കിൽ നമ്മൾ ഇത് RSൻ്റെ അണ്ടർബില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ചുകൂടി നീറ്റാണ്, ഫുള്ളും കവറായിട്ടിരിക്കും മനസ്സിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ RSൻ്റെ അണ്ടർബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ അലോവി നോക്കുകയാണെങ്കിൽ അലോവിൽ ക്യാൻഡി റെഡാണ് കൊടുത്തേക്കുന്നത്. നേരെ വണ്ടിയുടെ കളർ തീം അനുസരിച്ച് ഫ്രണ്ടിൽ ചുമ്മാ ഒരു ക്യാൻഡി റെഡും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ പ്രോ ഡിസ്ക് ഫ്രണ്ടിലും ബാക്കിലും പ്രോ ഡിസ്കും വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്രോ ഡിസ്കിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ പോലെ ചെറുതായിട്ടും ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ ചെയിൻ കവറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് ചെയിൻ കവർ കട്ട് ചെയ്ത് ഫൈബർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷോക്ക് വേണ്ടി മാത്രം. വണ്ടി അധികം പുറത്തേക്കൊന്നും ഇറക്കാറില്ല, അതുകൊണ്ട് പിന്നെ വലിയ ചെളിയും കാര്യങ്ങളില്ല. ഡെയിലി കണ്ടിന്യൂസ് ഓടുന്ന വണ്ടിയാണെങ്കിൽ ഒരാഴ്ച 2-3 പ്രാവശ്യമെങ്കിലും കഴുകേണ്ടി വരും, ഓയിലും കാര്യങ്ങളൊക്കെ പറ്റി പിടിക്കും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ലുക്ക്. പിന്നെ അതുപോലെ തന്നെ നേരെ തൈത്തേക്കാരാണെങ്കിൽ എല്ലാവരും വെക്കണ പോലെ തന്നെ ഡ്യൂക്ക് 250യുടെ മങ്കാടും കാര്യങ്ങളും ഫുൾ സെറ്റാണ്. ഫുൾ സെറ്റ് മങ്കാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്ലോസി ബ്ലാക്ക് തന്നെ ചെയ്തേക്കണം, ജസ്റ്റ് സ്പ്രേ പെയിൻറ്റ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നേരെ തൈത്തേക്ക് പറയുകയാണെങ്കിൽ അക്ര പവിക്കിൻ്റെ R1M എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടിൽ ലാസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇതാണ് വണ്ടിയുടെ ടോട്ടൽ ലുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ ഇടുകയും കാര്യങ്ങളൊക്കെ ഇടും. ഇനി ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെയെന്ന് പറയാനാണെങ്കിൽ വണ്ടിയിൽ മൊത്തത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കോസ്റ്റ് വരുമ്പോൾ ഒരു 30 എബോ എന്തായാലും മൊത്തത്തിൽ ചിലവും കാര്യങ്ങളൊക്കെ വന്നിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് UST4ക്കും ഡ്യുവൽ ഡിസ്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡോമിൻ്റെ അലോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം കൂടി ചെയ്തുമ്പോൾ ഏകദേശം ഒരു 1:10 അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ ചിലവും. ഇപ്പോൾ എന്തായാലും മെല്ലെ ഓരോ വ്ളോഗ് രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് വണ്ടി പണിയാന്നുള്ള പ്ലാനാണ് ഇപ്പോൾ ഇട്ടേക്കണം. എന്തായാലും ഇപ്പോൾ ഡെയിലി ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് പിന്നെ വേറെ എങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. വണ്ടിയുടെ ലേറ്റ് വന്നു. ഇതിപ്പോൾ നട്ടുച്ചയൊക്കെ വീഡിയോ എടുക്കണം, അതാണ് ഇപ്പോൾ വലിയ ലൈറ്റ് ക്ലിയർ ആവാത്തത്. നൈറ്റാണെങ്കിൽ നല്ല രീതിക്ക് റെഡ് തെളിഞ്ഞിരിക്കും. ഇതിനകത്ത് ജസ്റ്റ് 2 ചെറിയ ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് RGB ലൈറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്. ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈസ് ടയർ എന്ന് പറഞ്ഞാൽ 140 ആണ്. നമ്മൾ 180 ഇട്ടതായിരുന്നു, പക്ഷേ
അതൊരു ഓട്ടോ ഷോപ്പ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ബേൺ ഔട്ട് ചെയ്തു, അതങ്ങനെ തീർന്നു. ഇപ്പോൾ രണ്ടാമത് മേടിച്ചിട്ടേക്കാണ് അപ്പോളോടെ 140 ബാക്ക് സൈഡിൽ കിടക്കുന്നത്. ഇപ്പോൾ എന്തായാലും മാറ്റണം, ഒരു 180 എന്തായാലും പറഞ്ഞു ലുക്ക് വൈസ് നോക്കുമ്പോൾ 180 കുറച്ചും കൂടി ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ വരാണെങ്കിൽ ഇത് 120 120 സൈസാണ്. അതാണ് വണ്ടിയുടെ ഷെയ്ഡ് ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ വണ്ടി എന്തായാലും മൊത്തം കസ്റ്റം ചെയ്യാൻ കൊടുക്കണം, ഫുൾ കളറും കാര്യങ്ങളൊക്കെ മൊത്തം മാറ്റി ഒരു തീം കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിന് പുറമേ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരും. അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ നമ്മുടെ NSൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കും കാര്യങ്ങളൊക്കെ ഞെക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, എന്നാൽ അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.